ഞാൻ എൻ്റെ അക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യണത്. അപ്പം അവൻ വിജയിക്കണമെങ്കിൽ എൻ്റെ കഴിവെല്ലാം സർവ്വതും പുറത്ത് കിടക്കണം. നീ ഡെയിലി പോകുമ്പോ എൻ്റെ പശുവിനെ കറന്ന് പാല് കുടിച്ചുകൂടെ പോടാം. ഞാൻ വരുമ്പോ എനിക്ക് ചോരയാണ് കിട്ടണത്. നീ അതിന്റെ കാശ് എന്നിട്ട് ഇവിടുന്ന് പോയാ മതി. ഇവിടെ കാശ് എന്നിട്ട് ഇവിടുന്ന് പോയാ മതി. ആള് പുലിയാണ് കേട്ടോ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ലട്ടോ അവളെ. ഓർമ്മയില്ലല്ലോ ഒന്നാട്ടെ. വയസ്സ് ഇത്ര ആയില്ലേ? ഓ പറയുന്ന പോലെ 72 വയസ്സായില്ലേ? നമസ്കാരമുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോ നിൽക്കുന്നത് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് കീഴ്മാട് എന്നുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു 72 വയസ്സുള്ള ഒരു കലാകാരിയെ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്. അമ്മച്ചിയുടെ പേര് തങ്കമണി എന്നാണ്. അമ്മച്ചി യൂട്യൂബ് തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന നല്ല നല്ല ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ അഭിനയിക്കാനുള്ള കഴിവും ഒക്കെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേത്രിയാണ്. ഈ 72 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 72 വയസ്സിന് അഭിനയോ നമ്മൾ ചിന്തിക്കാറുണ്ട്. മീൻസ് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ ആദ്യം ഞാനും ചിന്തിച്ചത് അങ്ങനെയാണ്. ഈ പ്രായത്തിലും അഭിനയിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നൊരു സംഭവം ഉണ്ടോ? അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അമ്മച്ചിനെ ഒന്ന് പരിചയപ്പെടാം. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 72 വയസ്സുണ്ട്. തങ്കമണി എന്നാണല്ലേ തങ്കമണി പേര്? എങ്ങനെയാ അമ്മച്ചി ഈ വെബ് സീരിയലിലൊക്കെ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് അതൊക്കെ? എൻ്റെ കൊച്ചുമോനായ അക്ഷയ് അമ്മച്ചിയിൽ നിന്ന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് ഒന്ന് പുറത്തെടുത്തതാണ് അല്ലേ? അതെ, ശരി. ഓക്കെ, അമ്മച്ചി ആദ്യം അഭിനയിച്ചത് ഏത്? ഞാനിവിടെ ഇടയ്ക്കൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് അക്ഷയ് ചോദിച്ചു, അമ്മാമ നാരങ്ങ അച്ചാറെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അതിൽ പിന്നെ പട്ടം ഒരുപാട് ഇതൊക്കെ എന്നെ കൊണ്ട് അവൻ ചെയ്യിച്ചു. അവൻ പറയണത് കാണിച്ചു തരുന്നതെല്ലാം നമ്മളങ്ങ് ചെയ്യുന്നു. അപ്പൊ അമ്മച്ചിയിൽ ഒരു കലാകാരൻ ഉണ്ട്, അല്ല കലാകാരി ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചത് കൊച്ചുമകനായ അക്ഷയാണ്. അതെ, ഓക്കെ. അപ്പൊ അക്ഷയ് പറഞ്ഞ പ്രകാരമാണോ അമ്മച്ചി ഈ രംഗത്തേക്ക് ഇറങ്ങിയത്? അത് അമ്മച്ചിക്ക് അതിനകത്തുള്ള താല്പര്യം ഉണ്ടായിരുന്നോ? എന്നെ അക്ഷയാണ് അതിനകത്തേക്ക് ആക്കിയത്. അക്ഷയാണ് എന്നെ ഇപ്പൊ ഇത്ര ആരോഗ്യവതി ആക്കിയേക്കണത്. ഓ, ആരോഗ്യവതി ആക്കിയതും അക്ഷയാണ്. അതെ, ഓക്കെ, ഫൈൻ. അപ്പൊ അമ്മച്ചീനെ ഒരു കലാകാരി എന്നുള്ളത് കണ്ടെത്തിയത് അമ്മച്ചിയുടെ കൊച്ചുമകനാണ്. അതുപോലെ വെബ് സീരിയലിലൊക്കെ കൊണ്ടുവന്നതും അമ്മച്ചിയുടെ കൊച്ചുമകൻ തന്നെയാണ്. അപ്പൊ നമുക്ക് അമ്മച്ചി എന്തൊക്കെയാ അഭിനയിക്കാറുള്ളത്? അക്ഷയ എന്തെല്ലാം കാണിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ അഭിനയിക്കും. അതൊക്കെ അഭിനയിക്കും. അപ്പൊ എനിക്കിപ്പോ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പൊ അമ്മച്ചി അഭിനയിക്കുമോ? അതില്ല, അക്ഷയ് പറയണം. അമ്മച്ചി പറയുന്നത് അക്ഷയ് പറഞ്ഞാലേ ഞാൻ അഭിനയിക്കത്തുള്ളൂ എന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ ഇത്രയും നേരം കേട്ടു ഒരു അക്ഷയ് കൊച്ചുമകനാണ് അമ്മച്ചിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. ആരാണ് ഈ അക്ഷയ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ അക്ഷയ് ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുവാണ്. അക്ഷയ് ഒന്ന് വന്നേരെ. ഇതാണ് നമ്മുടെ അക്ഷയ് എന്ന് പറയുന്ന കുട്ടി. അക്ഷയ് ആണ് അമ്മച്ചീനെ വെബ് സീരീസ് വഴി വൈറലാക്കിയിരിക്കുന്നത്. യൂട്യൂബിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അമ്മച്ചിയുടെ കൊച്ചുമകനാണ് അക്ഷയ്. അപ്പം അക്ഷയ്, അമ്മച്ചിയെ കൊണ്ട് എങ്ങനെയൊക്കെ ഇത് ചെയ്യിപ്പിക്കാറുള്ളത്? അല്ല, അമ്മമ്മയുടെ ഉള്ളിൽ ഓൾറെഡി ടാലന്റ് ഉണ്ട്. അപ്പൊ എനിക്കറിയാം ഇങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും അതേപോലെ ചെയ്യും. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ചെയ്യും. അപ്പൊ കാലിന് വയ്യ എങ്കിൽ പറഞ്ഞ ഓടാൻ പറഞ്ഞാൽ പോലും ആ കാല് വെച്ചിട്ട് ഓടും. അത് ഈ അഭിനയിക്കാനുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ദൊരയാണോ അതോ? അത് ഓൾറെഡി ഉണ്ട്. അത് പിന്നെ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഞാൻ ഓരോ കഥാപാത്രം ഞാൻ കാണിച്ചു കൊടുക്കും. സ്വയം കാണിച്ചു കൊടുത്ത് അതേപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിയുമ്പോ എല്ലാവരും അഭിനയിക്കുന്ന കുട്ടികളായാലും അങ്ങനെ. അപ്പൊ നമ്മളാണ് ഇതിനെ ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലേക്ക് വരും തരംഗമാക്കി മാറ്റിയത് നമ്മളാണ്. അപ്പൊ അമ്മച്ചി ഒരു ഡയലോഗ് നമുക്ക് വേണ്ടി ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞേ. നീ ഡെയിലി പോകുമ്പോ എന്റെ പശുവിനെ കറന്ന് പാല് കുടിച്ചുകൂടെ പോടാം. ഞാൻ വരുമ്പോ എനിക്ക് ചോരയാണ് കിട്ടണത്. നീ അതിന്റെ കാശ് എന്നിട്ട് ഇവിടുന്ന് പോയാ മതി. ഇവിടെ കാശ് എന്നിട്ട് ഇവിടുന്ന് പോയാ മതി. അപ്പൊ നമ്മൾ അമ്മച്ചിയുടെ വേറൊരു മുഖം ഇപ്പൊ കണ്ടിരിക്കുവാണ്. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അമ്മച്ചി എന്താ പറയാ, നമ്മൾ കാണുന്ന പോലെ ഒന്നും അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയാണ് അമ്മച്ചി അമ്മച്ചി ഇപ്പൊ അഭിനയിച്ച ആ സംഭവം എങ്ങനെ വന്നു? ഉള്ളിൽ നിന്ന് വന്നതാണോ? ഞാൻ എൻ്റെ അക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യണത്. അപ്പം അവൻ വിജയിക്കണമെങ്കിൽ എൻ്റെ കഴിവെല്ലാം സർവ്വതും പുറത്ത് കിടക്കണം. അമ്മച്ചിക്ക് എല്ലാം അക്ഷയാണ് സത്യം പറഞ്ഞാൽ. അക്ഷയോട് ഇത്രയും വാത്സല്യ സ്നേഹമൊക്കെയാണോ? അവൻ എൻ്റെ കൊച്ചുമോനല്ലേ.
പിന്നെ അവനെ എനിക്ക് സുഖമില്ലാണ്ടായിപ്പോൾ അവൻ എന്നെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വന്നു, ഇവിടെ ഇതൊക്കെ എന്നെ പഠിപ്പിച്ചു. എനിക്ക് പറ്റില്ലായിരുന്നു, ഞാൻ കിടന്നായിരുന്നു. പിന്നെ എനിക്ക് ഇത്ര ആരോഗ്യം തന്നില്ലേ. ഇതെല്ലാം കൊച്ചുമകൻ ചെയ്തതൊക്കെ വലിയ കാര്യമല്ലേ. എത്ര വയസ്സുണ്ട്? 24 വയസ്സുള്ള അക്ഷയാണ് അമ്മച്ചിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നതാണ് അമ്മച്ചി പറയുന്നത്. അത് ഒത്തിരി എന്താ പറയാ ഈ കാലഘട്ടത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഇല്ലാത്തൊരു കാര്യമാണ് കുട്ടിയിൽ കണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പറ്റൂല്ലെങ്കിലും അച്ചു പറഞ്ഞ ഞാൻ ചെയ്യും. അതാണ് എനിക്ക് പറ്റൂലെങ്കിലും ഞാൻ അച്ചു പറഞ്ഞ എന്തും ചെയ്യും എന്നുള്ളതാണ് അമ്മച്ചിയുടെ എന്താ പറയാ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. ഓക്കെ അമ്മച്ചി, നമുക്ക് അടുത്തൊരു പാട്ട് പാടും അമ്മച്ചി പറഞ്ഞു കേട്ടോ. പാട്ട് പാടാൻ എനിക്ക് അറിയാൻ പാടില്ല. ഇല്ല, അറിയത്തില്ല. അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പാട്ട് ഓർമ്മയില്ലല്ലോ ഒന്നാമത്തെ. വയസ്സ് ഇത്ര ആയില്ലേ? ഓ പറയുന്ന പോലെ 72 വയസ്സായില്ലേ എന്നുള്ളതാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു ഡയലോഗ് കേട്ടാലോ? എന്തെങ്കിലും ഒരു ഡയലോഗ് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് പറയാവോ? എന്നാന്ന് പറഞ്ഞേ. എന്താ പറയണ്ടേ? അമ്മച്ചിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. കേശവോ, ചെറുക്കൻ വഴിയായിട്ട് പോയിട്ടാ. ചെറുക്കനെ ഞാൻ പിടിച്ചാൽ കിട്ടൂല. ചെറുക്കൻ വഴി തെറ്റി പോയി. ഓക്കെ, കേശവോ അമ്മച്ചി ആള് പുലിയാണ് കേട്ടോ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മമ്മൂട്ടിയാണ്. പിന്നെ മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടി നേരിട്ട് കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ലല്ലേ? കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? നടക്കുവോ? ഒന്ന് കാണിച്ചു തന്നല്ലോ ഞങ്ങള് മമ്മൂട്ടിനെ. കാണിച്ചെന്നാ കാണും. ഓക്കെ, മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് അമ്മച്ചി പറയുന്നത്. അമ്മച്ചിക്ക് മമ്മൂട്ടിയെ കാണാനും ഉള്ള ആഗ്രഹമുണ്ട്. നായികന്മാരിൽ ആരെയാണ് ഇഷ്ടം? നായകന്മാരിൽ ഷീലാമ്മനെ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഇതൊക്കെ എനിക്കിഷ്ടം. അത് അനുകരിക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഷീലാമ്മേനെ? ഇല്ല, പറ്റില്ല. അതിലേക്കൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. അപ്പൊ നമ്മൾ അതിനകത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ചെന്ന് നോക്കിക്കൂടെ? ഇനിയോ? അതെന്താ ഇപ്പൊ ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പാടില്ലാത്തേ? അപ്പം അമ്മമ്മയുടെ ഈ 72ാമത്തെ വയസ്സിൽ ഇത്രയും ഒരു വലിയ കലാകാരി, കൊച്ചുമകളിൽ കൂടി ആയാലും നമ്മുടെ യൂട്യൂബുകാർക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും ഒക്കെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ തങ്കമണി എന്ന് പറയുന്ന ഈ അമ്മുമ്മ. ഈ അമ്മുമ്മയുടെ ഈ പ്രായത്തിലുള്ള ഒരുപാട് ആൾക്കാർ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി മക്കളുടെയോ കൊച്ചുമക്കളുടെയോ സ്നേഹം കിട്ടുന്നവരും ഉണ്ടാവാം, കിട്ടാത്തവരും ഉണ്ടാവും. എന്നിരുന്നാലും ഒതുങ്ങിക്കൂടി ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമ്മുമ്മയുടെ ഏജിലുള്ള ആൾക്കാരോട് എന്താണ് ഒരു മെസ്സേജായിട്ട് അമ്മുമ്മയ്ക്ക് പറയാനുള്ളത്? എൻ്റെ പ്രായമുള്ളവർ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടി കഴിയാതെ കൊച്ചുമക്കളുടെ പ്രോത്സാഹനത്തിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അക്ഷയ്, എങ്ങനെയാണ് അക്ഷയ് ഈ അമ്മുമ്മനെ ഇത്രയും വരെ കൊണ്ടെത്തിച്ചത്? ഞാൻ ആദ്യം യൂട്യൂബ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടിക്ടോക്കിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അമ്മമ്മ അവിടെ ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പാണ്ടിപ്പട സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, നാരങ്ങ അച്ചാർ എന്ന് പറയാം. അപ്പോൾ നാരങ്ങ അച്ചാർ പറയും, തള്ളേ വായിൽ പല്ലുണ്ടായിരുന്നെങ്കിൽ അടിച്ച് ഞാൻ പല്ല് മാങ്ങാച്ചാർ ഉണ്ടാക്കിയായിരുന്നു, ഓൾഡ് മാംഗോ പിക്കിൾസേ എന്ന് പറഞ്ഞ ഡയലോഗ്. അതാണ് ഞാൻ ആദ്യം പറയിപ്പിക്കണത്. അപ്പോൾ അത് പറയിപ്പിച്ചത് ഞാൻ ടിക്ടോക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം റീച്ചായി. അപ്പോൾ പിന്നീട് ഞാൻ ടിക്ടോക്കിൽ സാധാരണ ഈ സിനിമയുടെ ഡയലോഗ്സാണ് അമ്മമ്മേനെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ ടിക്ടോക്ക് നിന്ന് പോയ സമയത്ത് ഞാൻ ആ ടിക്ടോക്കിൽ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് ഇടായിരുന്നു. ടിക്ടോക്ക് നിന്ന് പോയ സമയത്ത് ഞാൻ ആകെ പ്രതിസന്ധിയിലായി. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. എനിക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതും. പക്ഷേ എന്താണെന്നറിയാൻ പാടില്ല, യൂട്യൂബിൽ വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് പേർക്ക് എൻ്റെ ആ ഒരു ചാനലിൻ്റെ പേരോ ഒന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് അത് എന്താ പറയുക, ടിക്ടോക്കിൽ കാണുന്ന ഓഡിയൻസ് തന്നെ ആയിരിക്കാം യൂട്യൂബിൽ വന്ന് കാണുന്നുണ്ടായി. അപ്പം അതായത് അമ്മുമ്മയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ യൂട്യൂബിലോട്ട് വന്ന് നമ്മളെ കാണാൻ തുടങ്ങി. അമ്മുമ്മയ്ക്ക് ഭയങ്കര ഫാൻസ് ആണല്ലോ, നന്നായി. അപ്പൊ ഈ പ്രായത്തിൽ അമ്മുമ്മയ്ക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വലിയ കാര്യമല്ലേ? ഇനിയും ഒന്നുകിൽ പറ്റുമെങ്കിൽ ഒരു നല്ല സിനിമയിലൊക്കെ മമ്മൂട്ടിയുടെ കൂടെ തന്നെ അഭിനയിക്കാൻ കഴിയട്ടെ. എന്റെ ഭഗവാനെ, അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ലട്ടോ. അമ്മുമ്മയ്ക്ക് കുറച്ച് കൊച്ചു കൂട്ടുകാരുണ്ട്. അതായത് അമ്മുമ്മയുടെ ഈ എല്ലാ വീഡിയോസിലും എന്താ പറയുക, പാണ്ടിപ്പട പോലെ കൂടെ നിൽക്കുന്ന ഒരു 3 കൊച്ചു കലാകാരന്മാരുണ്ട്. ഇവരുടെ കൂടി സപ്പോർട്ടോട് കൂടിയാണ് അമ്മുമ്മ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്തായിരുന്നു പേരെന്തായിരുന്നു? ആദിനാഥ്. മോന്റെ പേരെന്താണ്? നമ്മുടെയോ? ആര്യൻ. നിങ്ങൾ 3 പേരും കട്ടയ്ക്ക് നിൽക്കുവാണ് അമ്മുമ്മയുടെ കൂടെ? എനിക്ക് വയ്യ. അപ്പൊ ഇവരാണ് അമ്മുമ്മയുടെ എന്താ പറയുക സന്തത സഹചാരികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എപ്പോഴും അമ്മുമ്മയുടെ കൂടെ ഇടവും വലവും ഒക്കെ ആയിട്ട് ഈ 3 പേരുണ്ടാവും. എല്ലാ വീഡിയോസിലും ഇവർ തന്നെയാണ് അഭിനയിക്കാറുള്ളത്. അമ്മുമ്മ നായികയാണെങ്കിൽ ഇവർ കഥാപാത്രങ്ങളായിട്ടാണ് മുന്നോട്ട് പോകാറുള്ളത്.
അപ്പൊ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ അമ്മുമ്മ ഒത്തിരി അഭിനയങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തന്നു. അതുപോലെ കൊച്ചുമകനിൽ നിന്നായാലും ഇത്രയും നല്ലൊരു കലാകാരിയെ നമുക്ക് കൊണ്ടു തന്നു. നമുക്ക് സന്തോഷമുണ്ട്. അമ്മയെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഇത്രയും അമ്മൂമ്മയുടെ വിലപ്പെട്ട സമയം ഇത്രയും നേരം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും അതുപോലെ എന്താ പറയുക, ഈ 72 വയസ്സിൽ ഇവിടം വരെ എത്തിയെങ്കിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. നാളെ ഭാവിയിൽ ഒരു മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.